ഒന്നങ്ങോട്ട് നോക്കടോ. ഇവിടെ ഇവിടെ ഇവിടെ. ഹലോ ഹലോ ഹായ് പരി ഹായ് പരി ഹായ്. ഹലോ. അപ്പൊ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 13th വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അങ്ങനെ 13 വർഷങ്ങളായി ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്ന് ഞാൻ ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചു. എല്ലാ ആനിവേഴ്സറിക്ക് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പക്ഷേ ഈ വർഷം എന്തോ ഒരു മൂഡില്ലായിരുന്നു രാവിലേക്ക് എഴുന്നേറ്റപ്പോൾ. പിന്നെ ഒരു എന്താ പറയുക, ആ ഫ്ലോയിൽ അങ്ങ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് ചെയ്യാന്നുള്ളത്, അതൊരു മെമ്മറി ആയിട്ട് അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ശിശുപേട്ടനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞുമോനുണ്ട്. കുഞ്ഞുമോൻ്റെ മുഖം കാണിച്ചേ. ചേട്ടുമോൻ ശിശുപേട്ടൻ്റെ സൈഡ് കാണുന്നുണ്ട് കേട്ടോ അവിടെ. ക്യാമറ മറ്റേ കൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് മിസ്റ്റർ ശിശുപേട്ടൻ, കഴിഞ്ഞ 13 വർഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 3-ൽ നിന്നും 4-ആയി അല്ലേ? ഈ 13th വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കുഞ്ഞാവുണ്ടായതാണ്. പിന്നെന്താ പറയാനുള്ള ഒന്നുമില്ല, നമുക്ക് പോയിട്ട് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ഫുഡ് എന്തെങ്കിലും പുറത്ത് കഴിക്കാം. എന്തൊക്കെയാണ് പ്ലാൻ? ചെറിയൊരു സിമ്പിൾ ആനിവേഴ്സറി, ഒരു സെലിബ്രേഷൻ അല്ലേ? സിമ്പിൾ ആനിവേഴ്സറി അല്ല, സിമ്പിൾ സെലിബ്രേഷൻ. സിമ്പിൾ ആനിവേഴ്സറി സെലിബ്രേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ പോവാം. എന്താണ് ചോട്ടൊന്നും മിണ്ടാണ്ടിരിക്കണേ? എന്താണ്? എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ. അയ്യോ, അടുത്തില്ല. ഞാൻ കണ്ടുണ്ട്. നോക്കാല്ലേ? ശരി, പോവാം. രാത്രി ഒരു 9 മണി 9:15 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പം. തൊണ്ടയാടുള്ള കേക്ക് ബേയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേയും കേക്ക് ബേയിൽ തന്നെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം നമ്മുടെ വീട്ടിലെ പരിപാടിക്കൊക്കെ കേക്ക് ബേയിൽ തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്യാറുള്ളത്. നല്ല കേക്കാണ് കേട്ടോ അവിടുത്തെ. പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷൊന്നും ഉണ്ടാവില്ല, നല്ല ആംബിയൻസും ആണ്. അങ്ങനെ നല്ല സുഖമായിട്ട് നമുക്ക് അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് വരാം. പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യാം. വീട്ടിലിരുന്ന് കട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ചോട്ട് പറയുമായിരുന്നു നമ്മൾ 4 പേരായി എന്നൊക്കെ പറയുമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭാവിയും കൂടി ഉള്ളതിൽ. അപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. അപ്പം അത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷൻ, കേക്കൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എല്ലാ തവണയും നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പം ഒരു സന്തോഷമാണ്. പിന്നെ വ്ളോഗ് ചെയ്യുമ്പം അതൊന്ന് എടുത്ത് നോക്കുമ്പം ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ വ്ളോഗ്സാണ് കൂടുതലും കാണാറുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ദിവസം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ? അല്ലാതെ നമുക്ക് ഓർക്കാനല്ലേ പറ്റുള്ളൂ. ഒരു വിഷ്വലായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുമ്പം നമുക്കത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ടോപ്പ് ഫോമിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീറ്റ് പൊറോട്ടയും ചിക്കൻ വരട്ട് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് അത്ര വലിയ ടോപ്പൊന്നും ആയിരുന്നില്ല, ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ തവണത്തെയും പോലെ ഞാൻ കാത്തിരുന്ന എൻ്റെ കാർഡ് എത്തി. ചോട്ടുമോൻ്റെ കാർഡ് എത്തിയിട്ടുണ്ട്. അപ്പം ഹാപ്പി ആനിവേഴ്സറി അമ്മ അച്ഛ എന്ന് എഴുതിയിട്ടുള്ള ഒരു സിമ്പിൾ കാർഡായിരുന്നു. സാധാരണ അവൻ ചെയ്യുന്ന തന്നെ അത്ര ഇതായിട്ടൊന്നുമില്ല. കളർ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് നോക്കി കുറേ നേരം ചിരിച്ചു കേട്ടോ. നോക്കിയാൽ എന്നെയും ശിശുപേട്ടനെയും വരച്ചതാണ്. അല്ല, ഞാൻ നല്ല തടിച്ചിട്ടും ശിശുപേട്ടൻ നല്ല മെലിഞ്ഞിട്ടും നല്ല രസമായിട്ടുണ്ട്. എന്തായാലും എൻ്റെ മുടിയൊക്കെ നോക്കിയാൽ വരച്ചത്. പക്ഷേ എനിക്കിഷ്ടമാണ് ചോട്ടുൻ്റെ കാർഡ്സ് കാണാൻ. അപ്പം ഞങ്ങളിവിടെ തിരിച്ചെത്തി. സമയം 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. സമയം 11:20 നല്ല ലേറ്റായിട്ടുണ്ട്. ശിശുപേട്ടൻ ഒന്നാമത് ഓഫീസ് വിട്ട് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ശിശുപേട്ടന് ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ശിശുപേട്ടന് ഇന്ന് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഹാപ്പിയാണ്. എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയി കേക്കൊക്കെ കട്ട് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഓക്കെ ആണ്.
പിന്നെന്താണ്, മക്കൾ രണ്ടുപേരും കൂടെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോട്ടെന്നെ നോക്കാം, മക്കൾ രണ്ടുപേരെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ പറയുക, രണ്ടാളും കൂടി കട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും പതിയെ ഡ്രസ്സൊക്കെ മാറ്റി കിടക്കട്ടെ. അപ്പോൾ ഇത്തവണത്തെ ആനിവേഴ്സറി ഗിഫ്റ്റാണിത്. ക്ലോസ് കാണിച്ചു തരാം, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഈവിളൈ ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി തപ്പുന്നു, കഴിഞ്ഞ ഒരു വർഷത്തിൽ മേലെയായി ഒരു ഈവിളൈക്ക് വേണ്ടി തപ്പാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്താ പറയുക, അത്ര ഭംഗിയുള്ളൊരു ഈവിളൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ നല്ല ഈവിളൈ കാണും, പക്ഷെ ചിലപ്പോൾ സൈസ് കറക്റ്റ് ആവില്ല. ചിലപ്പം ഭംഗിയില്ലാത്തത് കാണും, ഈവിളൈ ആയിരിക്കും, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ. അപ്പോൾ ഇത്തവണ എൻ്റെ മനസ്സിന് പിടിച്ചൊരു ഈവിളൈ കിട്ടി. അപ്പോൾ അത് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ശോഭേട്ടൻ വാങ്ങിച്ചു തന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇത്തവണത്തെ ആനിവേഴ്സറിയും ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്ത വർഷം വരുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത എന്തായാലും ഒരു നല്ല വീഡിയോ ജാനുവരി തൊട്ടിട്ട് നന്നായിട്ട് ചെയ്തു തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഡിസംബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചോട്ടും എക്സാമും കാര്യങ്ങളൊക്കെ കൂടിയായി. ഇപ്പം 2 ആളായില്ലേ, അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ.